മഴ മഴ വേറെ സാധനം കാണിച്ചു തരാം. നമ്മളെ പ്ലാവിൽ ചക്ക ഉണ്ടാ മുകളിലോട്ടുണ്ട്. ഇവിടെ വന്നാൽ ഇത്ര കിട്ടുള്ളൂ. സിറ്റ് ഔട്ടിൽ നിന്ന് ഞാൻ പിടിക്കുകയും മഴ വീണുകൊണ്ട് പുറത്തിറങ്ങണില്ല. ഇപ്പൊ ഞാൻ വീട് പിടിച്ചിട്ട് കയറിയതിന് ശേഷമുള്ള മഴ, അടിപൊളി മഴ. എൻ്റെ കൊച്ചു സുന്ദരി ഇരുന്ന് നനയുന്നു. എല്ലാവരും നനയുന്നു. ഷെയ്ഡിൽ മാറ്റിയൊരു നനയുന്നില്ല. രാജമല്ലി മഴ ഉറക്കുന്നുണ്ട്, കാറ്റുണ്ട്. ചെടികൾ വേണമെന്നുള്ളവർ വന്നാൽ തരാം കേട്ടോ. ഒരുപാട് ചെടികൾ ഉണ്ട്. നാടൻ ചെടികളാണ്. തൈകൾ ആവശ്യം പോലെ ഉണ്ട്. അടുത്തുള്ളവരൊക്കെ വന്നാൽ ഞാൻ തരാം. കാരണം ഇവിടെയൊക്കെ വൃത്തിയാക്കണം. അതുകൊണ്ട് കുറച്ചൊക്കെ പുഴുതൊക്കെ കളഞ്ഞാലേ പറ്റുള്ളൂ. ഒരുപാട് പോച്ചയൊക്കെ കയറി കിടക്കണം. അതുകൊണ്ട് കുറച്ച് തൈകളൊക്കെ പുഴു കളയണം. എല്ലാം കൊണ്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. എനിക്ക് സുഖമൊക്കെ ഉണ്ട്. പുറത്തോട്ടൊന്നും ഇറങ്ങൊക്കെ പോലില്ല. ഇന്നാണ് ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി വരും. ഇന്നലെ കുറച്ചൊക്കെ ഇറങ്ങി നിന്ന് വൃത്തിയാക്കിയപ്പം വീണ്ടും വൈകിട്ടായപ്പോഴത്തേക്ക് ചുമ കൂടി. അതുകൊണ്ട് കുറച്ച് ദിവസം പുറത്തോട്ട് ഇറങ്ങണം. വെയിൽ വന്നതിന് ശേഷം ഒന്ന് വൃത്തിയാക്കണം. അപ്പോഴും ഒരുപാട് തൈകൾ പല പല ചെടികളും തൈകൾ നിത്യകല്യാണിയിൽ 2-3 കളറിൻ്റെ ഉണ്ട്. പിന്നെ കാക്കപ്പൂവിൻ്റെ 2 കളറിൻ്റെ തൈകളുണ്ട്. ഓർക്കിഡ് ഉണ്ട്. അതേപോലെ ബാസ്കറ്റിൻ്റെ തൈകളുണ്ട്. പിന്നെ അതേപോലെ വേറെ ഒരുപാടുണ്ട്. പറയാൻ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ വിത്തുകളുണ്ട്. രാജമന്ദിര, ഗംഭീര, ശംഖുപുഷ്പത്തിൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് വിത്തുകൾ ഇരിപ്പുണ്ട്. ഇഷ്ടംപോലെ തൈകളും ഒരു 4-5 തൈകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വന്നാൽ ഇവിടെ ഞാൻ തരാം. ഫ്രീ ആയിട്ട് തരാം. പൈസക്കൊന്നുമല്ല. പിന്നെ എൻ്റെ ജമന്തി അല്ല മഞ്ഞസുന്ദരി ഇല്ലേ, എൻ്റെ ആ മഞ്ഞസുന്ദരിയുടെ അത് മാറ്റി നടന്നു. അത് ഞാൻ കവറിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് തറയിൽ കിടക്കുകയാണ്. അതല്ല, അപ്പോൾ തറയിൽ കിടന്ന് വേറെ വന്നു. അത് ഒരു 5-6 മൂടുണ്ട്. ഞാൻ സുഖമല്ല കൊണ്ടാണ് ഇറങ്ങാത്തത്. അപ്പോൾ അതിന് വലിയ ഒരു ചട്ടി 3-4 ചട്ടി വാങ്ങിച്ചിട്ട് ഈ മൂടെടുത്ത് അതിലോട്ട് മാറ്റി എനിക്ക് വെക്കണം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരുപാട് വേറെ ഇറങ്ങിയ സ്ഥലം വെച്ച് കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ തരാം. അങ്ങനെ വേണമെങ്കിലും തരാം. പിന്നെ നമ്മളാ എന്താണ് വാടാമല്ലി ഒരുപാട് ഒടിച്ച് പൂത്ത് അവിടെ കിടപ്പുണ്ട്. അതുണ്ട്. ഒരു കളറേ ഉള്ളൂ. മറ്റേ എന്താണ് വാടാമല്ലി. അത് വരുന്നവർക്ക് തരാം. കൊറിയറൊന്നും അയക്കാൻ പോകാൻ എനിക്ക് പറ്റില്ല. വീട്ടിൽ ആര് വന്നിരുന്നാലും ഞാൻ തരാം. അതുകൊണ്ട് തോന്നുന്നു. ഓക്കെ, അടുത്തുള്ളവർക്ക് വരാം കേട്ടോ.